ആരാധിച്ചു മടങ്ങുമ്പോൾ ഞങ്ങൾക്കൊട്ടാനും രക്ഷയുയരും നൽകുന്നു. ുടെ പാപങ്ങൾ ഐക്യമേ കൃപയാലേ വഴിയങ്ങേ സുധാരണവരം നോക്കണമേ. പട്ടി മുളയ്ക്കുന്നു ആഗണനാഥം കേൾക്കുമ്പോൾ ഹൃദയ ജീവനുദിക്കുന്നു. മധുരമേക്കുവാണി ഇരുമണിയെല്ലാം കാണുന്നു നിരവധിയാമൻ പാപങ്ങളാം എല്ലാരും നിന്നെ വിടണം മുതലമടുളരാ വരമരുളേണം. എല്ലാരും ഇന്നി വിളങ്ങും വരമരുളരാ വരമരുളേണം. നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാവങ്ങൾ പുറത്തുന്നവരെ കരുണഞ്ഞവരും ഏറ്റുമാനുമായ ജീവനെയും മണ്ണത്തിനെ നാഥരും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സമൂഹത്തിന് പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവരേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മതത്തോടുകൂടെ ആകുമ്പോൾ കണ്ടിട്ടില്ലാത്തതും അത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ വിഖ്യാനത്തിലേക്ക് ഈ ആത്മാവിനെയും നീ എടുക്കുകയും തിരത്താൻ ആത്മാവിന്റെ കരകൾ കഴുകി വിശദീകരിക്കണമേ. എപ്പോഴും എപ്പോഴും നമ്മുടെ പ്രിയ സഹോദരൻ ഈശോയ്ക്ക് നാം അന്തിമോപചാരം അർപ്പിക്കാനായിട്ടും ഈ സഹോദരൻ നിർമ്മാണത്തിനായിരിക്കുന്ന ജീവിത പങ്കാളിയോടും അരുമക്കുഞ്ഞുങ്ങളോടും മാതാപിതാക്കളോടും എല്ലാം നമ്മുടെ അനുശോചനം അറിയിക്കുന്നതിനുമായിട്ട് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇവിടെ തിരുശുഭ ആരംഭിക്കുന്ന ഈ തിരുക്കുടുംബങ്ങളിൽ എല്ലാവരും സജീവമായി പങ്കുചേർന്ന് ഈ സഹോദരന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അനുസ്മരിപ്പിച്ചുകൊണ്ട് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. അനുഭവിക്കുന്നവരുടെ സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ മാമോദരത്തിനായി ഈ പനിനീര് ആശീർവദിക്കണമേ. ഈ ജനത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെ നിയമത്തിനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നയിക്കും. ചന്ദനത്തിൽ വെച്ചിരിക്കുന്നു സുഖദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ മാമോദരത്തിനുമായി ഈ ചന്ദനത്തിൽ ആശീർവദിക്കണമേ. പിതാവിന്റെ നിയമത്തിനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നയിക്കും. അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം അത്യാശയം എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കാരോഗ്യം ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഉൾപ്പെട്ടല്ലേ ദുഷ്ടാരോഗ്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും
മഹനീയമായ തത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിനും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന് നാഥനുമാകുന്നു. പിതാവുമുതൽ ദശനാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കളിക്ക് തുല്യമാകുന്നു. പുഷ്പം പോലെ അത് പെയ്യുന്നു. കാറ്റടിക്കുമ്പോൾ മാറിപ്പോവുകയും ചെയ്യുന്നു. അങ്ങ് സ്ഥലമായി തീരും. ദശനാത്മാവിന് സ്തുതി. ആകാശത്തിലെ ഭൂമിയുടെ രാജാവ് ജീവന്റെ മരണത്തിന്റെ നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്റെ ദിവസങ്ങൾക്ക് വരുമാകുന്നു. എന്റെ ജീവിതത്തിന് മുമ്പിൽ സംസാരമാകുന്നു. മനുഷ്യനോട് ക്ഷേമം കൂട്ടുന്നു. ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. രക്ഷിക്കണമേ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, മരണവും ഇല്ലാതെ ജീവൻ പ്രളയം രാജ്യത്തിൽ മാനവരുടെ ചിരകാലം ആനന്ദങ്ങളുമായ സൃഷ്ടിച്ചവനാം ദൈവത്തെ ആശ്രയമതിലമടയ്ക്കുന്നു. മർത്തിനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുണക നവജീവൻ. വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുചേതിന്റെ തിരുനാഥൻ ദൃഢമായ എന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മരുതന് ഞാൻ അന്തിമ ദിവസം ഉയർത്തേണോ. വിചാരം പ്രസംഗിക്കുന്നു. വാക്യങ്ങൾ ശാന്തി നിനക്കുപകർന്നേരം. ഭക്തിത പുനരുന്നോ ക്ഷയമുള്ള ക്ഷയരാഗോ. ഭക്തിദേവം സകലേശ വിതരാം നൂതനമാക്കുന്നു. പരിശുദ്ധാത്മാവിനു സ്തുതി. നിർവനാം വിശേഷാകർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാരം. പരിശുദ്ധന്മാർ വാഴുമിടം കേൾക്കണമെന്നും അഭിലേഷ. കരുണയുടനവേ നൽകണമേ നിത്യായുസ്സിൽ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരിയെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയെ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും.
നമ്മുടെ കർത്താവ് ആഗതനാവുമ്പോൾ ജീവിച്ചിനോർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായെ മരിച്ചവർ ആദ്യം ഉയർത്ത് എഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാണ് നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കവേ. ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അറിയിച്ച നമ്മൾ പരിശുദ്ധ സുവിശേഷം എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് അവൻ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവരെയോ തന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തോ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്ത വിധിയുടെ ഉയർപ്പിനായും പുറത്തു വരണം. കുടുംബാംഗങ്ങളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, യാതൊരു ഔചിത്യബോധവും ഇല്ലാത്തവരാണ് മരണം. നമുക്കറിയാം ആരെയാണ് പിടികൂടുന്നതെന്ന് ഉറപ്പിച്ച് പറയാൻ സാധ്യമല്ല. ശിശുക്കളെ അവൻ പിടിച്ചുകൊണ്ട് പോകുന്നു, കൗമാരപ്രായക്കാരെ കൊണ്ടുപോകുന്നു, യുവാക്കളെ കൊണ്ടുപോകുന്നു, വൃദ്ധരെ കൊണ്ടുപോകുന്നു. ഒരൗചിത്യബോധവും ആരോടും കാണിക്കാതെ കള്ളനെ പോലെ അവൻ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവന് ഇഷ്ടപ്പെട്ടവരെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മെ വളരെയധികം ദുഃഖസാന്ദ്രത്തിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ടിറ്റോയെ ഇതാ മരണമാകുന്ന കള്ളൻ അപഹരിച്ചിരിക്കുകയാണ്. രോഗിയായിരുന്നു, തീർച്ചയായിട്ടും മരണമുണ്ടാകുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. എങ്കിലും യൗവനം പൂത്തുലഞ്ഞു നിൽക്കുന്ന മനോഹരമായ വസന്തകാലത്ത് ഈ യുവാവിനെ ഇങ്ങനെ ഈ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്തല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് വളരെയധികം ദുഃഖം തോന്നുന്നുണ്ട്. കാരണം ഇവിടെ ജീവിച്ച് ഇനിയും കുറെ നാൾ കൂടെ ജീവിച്ച് കുറെ നന്മകൾ വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം ചെയ്തിട്ട് കടന്നു പോകാൻ ഇടവന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞ് നാം അതേപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നാം ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാനായി ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഈ സഹോദരന്റെ രണ്ട് മുഖങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പൊതുവിൽ ആളുകൾ ടിറ്റോയെ അറിയുന്നത് ഒരു മദ്യപാനി എന്നാണ്. എന്നാൽ അതിനപ്പുറം അതിനേക്കാൾ സുന്ദരമായ ഒരു മുഖം ടിറ്റോയ്ക്കുണ്ട് എന്ന് നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുക. മദ്യപാനി എന്ന് പറഞ്ഞാൽ പൗലോസിനെ വീക്ഷിക്കുന്ന രീതിയിലുള്ള മദ്യപാനിയല്ല. തീർച്ചയായിട്ടും ടിറ്റോയ്ക്ക് മദ്യത്തോട് ഒരു ദൗർബല്യം ഉണ്ടായിരുന്നു, അതിന് ഒരു വീക്ക്നെസ് ആയിരുന്നു. പക്ഷേ പൗലോസിനെ പറഞ്ഞു മദ്യപാനികൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന്. ആ ഗണത്തിൽ ഒരിക്കലും ടിറ്റോ വിടുകയില്ല. അതിന് കാരണം ഞാൻ വിശദീകരിച്ചു തരാം. മദ്യപാനി എന്ന് പൗലോസിനെ വിവക്ഷിക്കുന്നത് ആരെയാണ്? മദ്യത്തിന് അടിമകളായി അമ്മബന്ധന്മാരെ തിരിച്ചറിയാൻ പാടില്ലാതെ കുടുംബത്തെ ദ്രോഹിച്ച്, അതായത് കുടുംബത്തിൽ ഭാര്യയും മക്കളെയും ഉപദ്രവിക്കുകയും അവരെ പട്ടിണിക്കിടുകയും അവരെ വേണ്ട പോലെ നോക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് സമൂഹത്തിലെ ഏറ്റവും വലിയ തിന്മ പ്രവർത്തിക്കാനായി ഒരു സാമൂഹ്യ ദ്രോഹിയായി പ്രവർത്തിക്കുന്നവൻ മറ്റുള്ളവരുമായിട്ട് അടിപിടി കൂട്ടുകയും
മോഷ്ടിക്കുകയും കൊലപാതകം വരെ നടത്താൻ പോലും തയ്യാറാകുന്ന ആളുകൾ, മദ്യത്തിന് അടിമകളായവർ. ഇങ്ങനെയുള്ളവരെ പറ്റിയാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഇവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. നമുക്കറിയാം ഈ സഹോദരൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ ഒരു വശമുണ്ട്. അതാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ആ രണ്ടാമത്തെ മുഖം? എവിടെയെങ്കിലും ആർക്കെങ്കിലും സഹായം വേണമോ എന്ന് ആരോടും ചോദിക്കാതെ, ആരും പറയാതെ ഓടിച്ചെന്ന് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു ടിറ്റോ. ജാതിമത ചിന്തകൾക്ക് അതീതമായി, വന്നവർക്ക് വ്യത്യാസങ്ങൾക്കുപരിയായി മനുഷ്യനെ മനുഷ്യനായി കാണുവാനും അവന് ശുശ്രൂഷ ചെയ്യുവാനും നന്മ ചെയ്യുവാനും ഉള്ള ഒരു നല്ല മനസ്സിന്റെ ഉടമയായിരുന്നു ടിറ്റോ. അത് പലരും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. കുടുംബത്തിൽ ഒരിക്കലും കലഹം ഉണ്ടാക്കിയിട്ടില്ല. ഭാര്യയെ സ്നേഹിച്ചു, അവന്റെ ജീവിത പങ്കാളിയാണ്, അവന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്, ശരീരത്തിന്റെ ഭാഗമാണ് എന്നുള്ള ചിന്തയിൽ തീർച്ചയായും അവളെ സ്നേഹിച്ചു. അതുപോലെ ദൈവം കനിഞ്ഞു നൽകിയ, ദാനമായി നൽകിയ മക്കളെ ഒന്നുപോലെ വളർത്തിക്കൊണ്ടുവന്നു. അവരുടെ കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ തന്നെ ടിറ്റോ ചെയ്തു പോകുന്നു. അങ്ങനെ എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചു. ഈ അടുത്ത നാളില് ടിറ്റോ ആശുപത്രിയിലായിരുന്നപ്പോൾ ഒരു അനാഥാലയത്തിന്റെ ആളുകൾ ഈ ഭവനത്തിൽ വന്നു. എന്തിനാണ് വന്നത്? അവർ വന്നിട്ട് പറഞ്ഞു, ടിറ്റോയെ ഒന്ന് കാണണം. എന്തിനാണ്? എല്ലാ മാസവും ഞങ്ങളുടെ അനാഥാലയത്തിലേക്ക് ഒരു സംഭാവന നൽകുമായിരുന്നു. ഈ മാസത്തിൽ കിട്ടിയില്ല, അത് വാങ്ങാൻ വന്നതാണ്. വീട്ടുകാർ പോലും അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു നല്ല വശം ടിറ്റോയ്ക്കുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ധർമ്മദാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ കുഴൽ ഊതരുത്, നിന്റെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയരുത്. അതേ രീതിയിൽ തന്നെ കർത്താവിന്റെ ആ ഉപദേശം അനുസരിച്ചുകൊണ്ട് തന്നെ മറ്റാരെയും അറിയിക്കാതെ വളരെ രഹസ്യമായ ഒരു അനാഥാലയത്തെ സംരക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ അവർക്ക് സഹായം നൽകിയിരുന്നു എന്ന് ഓർക്കുമ്പോൾ ഇത് എത്രയോ ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വെറുതെ മദ്യപാനി എന്ന് പറഞ്ഞ ആളിനെ തള്ളിക്കളയരുത്. അത് ലോകത്തിന്റെ കാഴ്ചപ്പാടും ലോകത്തിന്റെ വിലയിരുത്തലുമാണ്. സർവശക്തന്റെ മുമ്പിൽ ടിറ്റോ വലിയവരാണെന്ന് ഞാൻ കരുതുകയാണ്. കാരണം യേശുവിന്റെ ആ ഉപദേശം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. മറ്റുള്ളവരെ സ്നേഹിച്ചു, മറ്റുള്ളവരെ സഹായിച്ചു, തന്റെ കഴിവനുസരിച്ച് എല്ലാ സേവനങ്ങളും നൽകുവാൻ സന്നദ്ധനായിരുന്നു. അങ്ങനെ നല്ലൊരു പിതാവായി, നല്ലൊരു ഭർത്താവായി, മറ്റുള്ള എല്ലാവർക്കും നല്ല ഒരു സ്നേഹിതനായി, ഉപകാരിയായി ജീവിച്ച ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ എന്താണ് കിട്ടാൻ പോകുന്നത് അത് നമുക്കറിയാം. ഈ ചെറിയ ഒരുവൻ നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ദൈവം തമ്പുരാൻ പറഞ്ഞു. തന്റെ വലതുഭാഗത്ത് നിൽക്കുന്നവരോട് അവിടുന്ന് പറയുന്നത് അതാണ്, എന്റെ പിതാവിനെ അനുഗ്രഹിച്ചതിനെ നിങ്ങൾ വരിക, ലോകത്തിന്റെ ആരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗ സൗഭാഗ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. കാരണം ഞാൻ വിശക്കുന്നവരായി വന്നു, നിങ്ങൾ എന്നെ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ ദാഹിക്കുന്നവരായി വന്നു, നിങ്ങൾ എന്നെ കുടിപ്പിച്ചു. ഞാൻ നഗ്നനായി വന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ ഒന്ന് സന്ദർശിച്ചു. അപ്പോൾ ഇതെല്ലാം എണ്ണി എണ്ണി പറയുകയാണ്. മാനുഷികമായ ആവശ്യങ്ങളിൽ തന്നെ സഹായിച്ചു എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ അവർ അത്ഭുതപ്പെടുന്നു. ഇതെന്താണ് നീ പറയുന്നത്? നീ എന്താണ് ഞങ്ങളുടെ അടുക്കൽ വിശക്കുന്നവരായി വന്നത്? എന്താണ് ഞങ്ങളുടെ അടുക്കൽ ദാഹിക്കുന്നവരായി വന്നത്? ഇതെല്ലാം ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഈ ചെറിയവരിൽ ഒരുവൻ നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ സഹോദരങ്ങൾ നന്മ ചെയ്യുമ്പോൾ അത് കർത്താവായ യേശുവിനെ തന്നെ നൽകുന്നു, ചെയ്യുന്നു എന്നുള്ള ആ അംഗീകാരം തീർച്ചയായും നേടിയെടുത്തവനാണ് ടിറ്റോ. അതുകൊണ്ട് തീർച്ചയായും കർത്താവിന്റെ സമ്മാനത്തിന് അർഹനാണ്. നീ വരിക. എങ്ങോട്ടാണ് വരേണ്ടത്? ലോകത്തിന്റെ ആരംഭം മുതൽ നിനക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗഭാഗ്യത്തിലേക്ക് നീ പ്രവേശിക്കുക. അവൾ ഇവിടെ 43 വർഷക്കാലമേ ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ. എങ്കിലും ഇതാ കർത്താവ് ഒരു ഇഷ്ടപ്പെട്ട പൂവിനെ തന്റെ മുമ്പിൽ ഇരുത്താനായിട്ട് കൊണ്ടുപോവുകയാണ്. സ്വർഗം അലങ്കരിക്കുന്നതിന് വേണ്ടി ഈ ദാസനെ വിളിച്ചുകൊണ്ടു പോവുകയാണ്. അതാണ് കുടുംബാംഗങ്ങൾ ഓർക്കേണ്ടത്. നിങ്ങൾക്ക് ഇതാ വലിയ വിശിഷ്ടമായ മനോഹരമായ ഒരു പുഷ്പം, സുഗന്ധവാഹിയായ ഒരു നാളുപുഷ്പം ഇത് സ്വർഗത്തിൽ വിരിഞ്ഞിരിക്കുന്നു. ദൈവസന്നിധിയിൽ അവൻ വിടർന്ന് വിരാജിക്കുന്നു. അതോടൊപ്പം നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം.
മദ്യപാനി എന്ന് പറഞ്ഞ് ഒരിക്കലും ആളിനെ തള്ളിപ്പറയരുത്. അവൻ നല്ലവനായിരുന്നു, അവൻ വിശ്വസ്തയോടുകൂടി ജീവിച്ചു, പലതും ചെയ്തു, ആരും അറിയാതെ ഈ ജീവിതത്തിൽ പല നന്മകളും ചെയ്ത് കടന്നു പോകും. നമ്മുടെ ഈ ശുശ്രൂഷയിൽ ഒരു ഗാനമുണ്ട്. മരണം വരുമൊരുന്നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരുന്നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. നാം ഓർക്കുന്നുണ്ടോ? അതേപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ? പാട്ടങ്ങനെ പാടി അങ്ങനെ പോകുന്നു. ആരാണ് അതേപ്പറ്റി ധ്യാനിക്കുക? എത്രയോ ആശയ സമ്പുഷ്ടമായ വീരടികളാണത്. മരണം വരുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മരണം വന്നാൽ എന്ത് പറ്റുന്നു? കൂടെ പോരുന്ന ജീവിത ചെയ്തികളും, നീ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മകളും, പിന്നെയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ തിന്മകളും നിന്റെ കൂടെ പോരും കർത്താവിന്റെ അടുക്കിലേക്ക്. കർത്താവ് നോക്കുമ്പോൾ, നമ്മുടെ കൈകളിൽ നോക്കുമ്പോൾ, കൈ നിറയെ പുണ്യങ്ങളാണെങ്കിൽ, നന്മ പ്രവർത്തിച്ച കൈകളാണെങ്കിൽ തീർച്ചയായും കർത്താവിന്റെ അനുഗ്രഹത്തിന് ഞങ്ങൾ അർഹരായിത്തീരും. നേരെ മറിച്ച് തിന്മയുടെ കൈകളുമായി, കലപുരണ്ട കൈകളുമായിട്ടാണ് ആ നിത്യവിദ്യാവിന്റെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ ശപിക്കപ്പെട്ടതിൽ നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകുകയും പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് നിങ്ങൾ പോകുകയും ശപിച്ച് തള്ളുകയാണ് അവിടെ. അവിടെ എങ്ങും നിൽക്കണ്ട. മറ്റുള്ളവരെ മാടി വിളിക്കുന്നു, വരുവൻ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവൻ, എന്നോടുകൂടെ ആയിരിക്കുവൻ. ഇതാണ് നിത്യവിദ്യാവൻ പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും മധുരമധുരമായ കർത്താവിന്റെ ആ സ്വാഗതം, കർത്താവിന്റെ ക്ഷണം, സ്വർഗത്തിലേക്കുള്ള ക്ഷണം കേൾക്കുവാൻ ഈ സഹോദരന് സാധിക്കുമെന്ന് നമുക്ക് കുറിച്ച് വിശ്വസിക്കാം. സഹോദരന്റെ വേർപാടിൽ വളരെയധികം ദുഃഖത്തിലാണ് അരുമ മക്കളും പ്രിയപ്പെട്ട ഭാര്യയും. അതുപോലെ തന്നെ മാതാപിതാക്കളും എല്ലാം വളരെയധികം ദുഃഖത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ദുഃഖം മാറ്റാൻ ദൈവം തന്നെ തിരുമനസ്സാകട്ടെ. മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല നിങ്ങളുടെ ഈ അപാരമായ ഭയാനകമായ ഈ മനക്ലേശം മാറ്റിത്തരാനായിട്ട്. സർവശക്തനായ ദൈവം തന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുരിശിൻ ചുവട്ടിൽ നിന്ന പരിശുദ്ധ അമ്മ നമുക്കെപ്പോഴും ബലം നൽകണം. അവൾ മകന്റെ അരിമസുതന്റെ മരണം കണ്ടുകൊണ്ട് വേദന കടിച്ചിറക്കി അവൾ കുരിശിൻ ചുവട്ടിൽ നിന്നു. അവൾക്ക് മകനെ സഹായിക്കാൻ ഒരു നിവൃത്തിയുമില്ല. മരണം നോക്കി കാണാനല്ലാതെ ഒരു സഹായവും ആ മകന് കൊടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഒരു തുള്ളി വെള്ളമെങ്കിലും അവന് ഒഴിച്ചു കൊടുക്കാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. എങ്കിലും ആ വ്യാകുലത്തിന്റെ മാതാവ് ശിവൻ പറഞ്ഞതുപോലെ നിന്റെ ഹൃദയത്തിലുള്ള ഒരു വാൾ തുളച്ചു കയറും. ആ പ്രവചനം വ്യാകുലതാവലയിൽ സംഭവിച്ചത് നമുക്കറിയാം. ആ വ്യാകുല മാതാവ് നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ വ്യാകുലതകളും കഷ്ടപ്പാടുകളിലും നമുക്കൊരു അഭയമായിരിക്കട്ടെ. അമ്മയെ പോലെ ദൈവത്തിന്റെ തിരുമനസ്സിന് വിധേയമായി നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന അനർത്ഥങ്ങളെയും ദുഃഖങ്ങളെയും ക്ലേശങ്ങളെയും വ്യാകുലതകളെയും എല്ലാം സന്തോഷത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് കർത്താവിന് നമുക്ക് നന്ദി പറയാം. അവിടുത്തെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ തിരുവിഷ്ടം പോലെ എല്ലാം സംഭവിക്കട്ടെ. എന്റെ ഇഷ്ടമല്ല കർത്താവെ, എന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൽ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരികയില്ല. അതിനെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരിക്കലും തിന്മയായിട്ടൊന്നും ചെയ്യുകയില്ല എന്നത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം നന്മയ്ക്കാണ് എന്നുള്ള ആ വിശ്വാസ ചൈതന്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ചൈതന്യത്തോടുകൂടെ നിരാശപ്പെടാതെ പ്രത്യാശയോടുകൂടി നിങ്ങൾ ജീവിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന് അല്ലെങ്കിൽ അപ്പച്ചന് ഭർത്താവിന് സ്നേഹത്തോടുകൂടെ അഭിവാദനങ്ങൾ അർപ്പിക്കുക. നമുക്കിന്ന് സ്വർഗത്തിലേക്ക് ഈ സഹോദരനെ യാത്രയാക്കാം. ഇന്ന് ഈ സഹോദരന്റെ വേർപാടിൽ വളരെയധികം ദുഃഖിക്കുന്ന മാതാപിതാക്കളെയും ജീവിത പങ്കാളിയെയും അരിമ കുഞ്ഞുങ്ങളെയും മറ്റെല്ലാ സഹോദരങ്ങളെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹൃദയംഗവുമായ അനുശോചനം ഞാൻ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ചുങ്കപ്പള്ളി ഇടവക്കാരുടെ പ്രത്യേകമായ അനുശോചനവും ദുഃഖവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സമാശ്വസിക്കട്ടെ. ദൈവം എപ്പോഴും നിങ്ങൾക്ക് കൂട്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും എന്താത്തോളം ഭക്തിയോട് കൂടുന്ന കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമസ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിൽ മകരവേ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത് വിശുകായെ നിന്റെ കൽപ്പന ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കാവൽത്താൽ നിന്റെ മുൻവരത്തിന്റെ രക്ഷിച്ച ആത്മാവിന്റെ അപരാധങ്ങൾ മടങ്ങൾ ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുത്താൻ മുഴുവൻ സ്വർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ വിധി ദിവസം നിന്റെ മഹത്വത്തിന്റെ പ്രവയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശമാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ദാസന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർത്തിന്റെ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ നിന്റെ ദാസന്റെ പാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ മകനീയമായ തൃത്വത്തിന് കഴിഞ്ഞുകളെ സഹായിക്കട്ടെ. ജീവജയ മരണത്തിന് നാഥനും പിതാമത്തും പരിശുദ്ധാത്മാവുമായ സർവ്വൈശ്വരേക്കും ആകാശത്തിലും ഭൂമിയിലും സുഖിതനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിലും ത്യാശയും നീയാകുന്നു. ജീവനെയും മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മരണം വരുമൊരു നാൾ വാക്കുകളി കൂടെ പോരുന്നേ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. എന്തിനു കരയുന്നു വ്യാകുലമാനസനായി എന്തിനു നീറുന്നു ജയമാലകളാൽ ഇളകും കടൽ പോലെ. കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കാലടികൾ പോയാൽ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാധാരണയും പകയോടെ സദമരട്ടുന്നു. വരുമൊരു നാളുമത്യാനി കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അറിയിക്കുമാറാകട്ടെ. വിശ്വസ്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം എന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു.
ആകെയൽപ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. ആകെയൽപ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. ഭാരങ്ങൾ കൂടുന്നതിനായി ഒന്നും വേണ്ട യാത്രയിൽ. ഭാരങ്ങൾ
ഭാരങ്ങൾ കൂടുന്നതിനായി ഒന്നും വേണ്ട യാത്രയിൽ അല്പമപ്പം വിശപ്പിന്നോ സ്വൽപ്പ വെള്ളം ദാഹിക്കിൽ അല്പമപ്പം വിശപ്പിന്നോ സ്വൽപ്പം വെള്ളം ദാഹിക്കിൽ സ്ഥലം മഹാവിശേഷം ഫലമേത്ര മധുരം സ്ഥലം മഹാവിശേഷം ഫലമേത്ര മധുരം വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം ജീവനും അതുപോലെ
മൃതനായി മിശിഹാ മൂന്നാം ദിവസം പൊട്ടിനുറുങ്ങി. സ്വർഗമണഞ്ഞ വരുമീധരേ കുരിശിൻ പ്രഭയാൽ പരിവേഷ്ടിതനാ പ്രത്യഗണങ്ങൾ നോക്കിയിരിപ്പൂ. ഈ വഴിയിനി ഞാൻ തിരികെ വരില്ല, ഈ വഴി ഇന്നെൻ്റെ അന്ത്യയാത്ര. ആറടി മണ്ണിൽ ഒതുങ്ങിടാൻ ഉടയവനോതി ഞാനിറങ്ങി. ഈ വഴിയിനി ഞാൻ തിരികെ വരില്ല, ഈ വഴി ഇന്നെൻ്റെ അന്ത്യയാത്ര. ആറടി മണ്ണിൽ ഒതുങ്ങിടാൻ ഉടയവനോതി ഞാനിറങ്ങി. രാജ്യത്തിൽ പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണത്തിലാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്നെ വിശുദ്ധന്മാർ വിശ്രമമുള്ള അവരുടെ മക്ക മനോഹരമാകുന്ന വിശുദ്ധ മാമോദീസായ നിത്യവും പരിശുദ്ധ കുർബാനയാൽ പരിപിഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനത്തിലേക്ക് നൽകുന്ന ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവനെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സ്വഭാവം നീ എന്നെ ധരിക്കുക, ഞാൻ കർത്തനാകും. ഇയാളെ ആശ്വസിപ്പിക്കണമേ. ഈ കപടം പൗത്രീകരിക്കണമേ. സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥന പരിഗണനം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യാവി പൊടിയാകുന്നു, പൊടിയിലേക്ക് മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിലെ നാഥനായ ദൈവം നിന്റെ ഉയർപ്പിലെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്നെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാശകൾ അത്യുന്നതനായ ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മനുഷ്യാവി പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. മഹിമയുടെ അന്തിമവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ല വരത്തുവലം ആരാധിച്ചു വണങ്ങുന്നു. അതുപോലെ രക്ഷയുയരം നൽകുന്നു. ഹൃദയാന്തരയുടെ പാപങ്ങൾ വഹിക്കണമേ കൃപയാലെ. സുതരാണവരം നോക്കണമേ. പരിശുദ്ധ
ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആത്മീയമാമേ സർവാധിപനാം കർത്താവേ, നിന്റെ വണങ്ങി നമിക്കുന്നു. ഈശോമിശിഹാ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മറ്റ് ശരീരങ്ങൾ ഉദ്ധാരം നീകുന്ന ആധാരങ്ങളെ രക്ഷിക്കുന്നവരല്ലോ നീ. ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമത്യൻ പരിശുദ്ധൻ, നിന്റെ ഞങ്ങൾ കേൾക്കണമേ. ദൈവത്തെ അവളെ വിശദീകരിച്ചാവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാനവന്മാരോടുകൂടെ സ്വർഗത്തിൽ നിന്ന് സ്തുതിക്കാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിൽ നാഥനും പിതാമത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരുന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. മരിച്ചവരെ പിന്നവരും അവരുടെ ശ്വാസപ്പെടുത്തുന്നതുമായി ആരാധിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. ജീവനെയും നാഥനും പിതാമത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവ രാജ്യം നേടും വലിയ ഭാഗ്യം. വിധിയാൽ മാനവരാജ്യം നേടും അനുജനം ഭാഗ്യം. ും അന്തിമനാളിൽ കാരുണ്യമെഴോ വിധിയാൽ മാനവരാജ്യം നേടമോ വലുജനഭാഗ്യം. അന്തിമനാളിൽ കാരുണ്യമെഴോ വിധിയാൽ മാനവരാജ്യം നേടും അനുജനഭാഗ്യം. എന്റെ പാപങ്ങളെ തിരിച്ചു വേണമേ, എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. ആദ്യം മുതൽ പാപങ്ങൾ കൊടുക്കുന്നവനും കരുണാജനം നീതിമാനുമായ തീർത്താതെയും ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ജീവിപ്പിക്കണേ, ജീവിക്കുന്നതിനെ ആഗ്രഹിക്കണേ. ഉദ്ധാരം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർത്തും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന അവസരത്തേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മതസംസ്കാരത്തിൽ സ്വീകരിച്ച് ഞങ്ങളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ
ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മ
ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ,
വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കുടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പോകുന്നു ഞാൻ. ആയിരം തിരിയുള്ള മണിവിളക്കായി നീ ആത്മാവിലെന്നും തെളിഞ്ഞു നിൽക്കും. അന്തിമയാത്രയല്ലോ ഞങ്ങളേകുന്നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. സോദരങ്ങൾ സോദരങ്ങൾ. അന്തിമയാത്രയല്ലോ ഞങ്ങളേകുന്നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ